IT മേഖലകളിൽ ഏറ്റവും വലിയ പ്രോബ്ലം കോഴ്സുകൾ പഠിച്ചിറങ്ങുന്ന കാൻഡിഡേറ്റ്സ് പലപ്പോഴും പ്രൊഡക്റ്റീവ് അല്ല എന്നതാണ്. എഞ്ചിനീയറിംഗ് കോഴ്സുകൾ കഴിഞ്ഞിറങ്ങുന്നവർക്ക് ജോലിക്ക് അപ്ലൈ ചെയ്യാൻ പ്രായോഗിക പരിശീലനം അനിവാര്യമായി മാറുന്നു. കണ്ണൂരിൽ IT സംരംഭകരുടെ കൂട്ടായ്മ അതിനൊരു പരിഹാരം കണ്ടെത്തുകയാണ്. ഇൻഡസ്ട്രിയിൽ വരുന്ന പ്രൊജക്റ്റുകൾ വിദ്യാർത്ഥികളെ കൊണ്ട് ചെയ്യിപ്പിച്ച് അവരെ കൂടുതൽ പ്രൊഡക്റ്റീവാക്കാൻ ശ്രമിക്കുകയാണ് ബി-ട്രാക്ക്. ഇവിടെ ഞങ്ങൾ ചെയ്യുന്നത് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ BTech, MTech, MCA തുടങ്ങിയ IT റിലേറ്റഡ് ആയിട്ടുള്ള കോഴ്സ് കഴിഞ്ഞ കുട്ടികളെ 3 മാസത്തെ ഇൻറ്റേൺഷിപ്പിന് ഞങ്ങളിവിടെ ചേർക്കും. അതിനുശേഷം ഇൻഡസ്ട്രിയിൽ വരുന്ന പ്രൊജക്റ്റുകൾ അവരെ കൊണ്ട് ചെയ്യിച്ച് അവരെ പ്രൊഡക്റ്റീവാക്കി ഞങ്ങൾ അതിൽ പറ്റുന്ന ആൾക്കാരെ ഞങ്ങൾ എടുത്തതിന് ശേഷം മറ്റുള്ള ഇൻഡസ്ട്രിയിലും ആൾക്കാർക്ക് ഡിമാൻഡ് ഉള്ളതുകൊണ്ട് അവരെ പ്ലേസ് ചെയ്യുകയാണ് ഞങ്ങൾ ചെയ്യുന്നത്. സോഫ്റ്റ്വെയർ ടെക്നോളജി ഇൻഡസ്ട്രിയിൽ നടക്കുന്ന പ്രൊജക്റ്റുകളിൽ വിദ്യാർത്ഥികൾക്ക് പ്രായോഗിക പരിശീലനം ലഭ്യമാക്കുകയാണ് ബി-ട്രാക്ക് ചെയ്യുന്നത്. 3 മാസത്തെ ഇന്റേൺഷിപ്പാണ് ഇവിടെ നിന്ന് പഠിച്ചിറങ്ങുന്ന വിദ്യാർത്ഥികൾക്ക് നൽകുന്നത്. ഇങ്ങനെ പരിശീലനം ലഭിക്കുന്ന വിദ്യാർത്ഥികളെ കണ്ണൂരിലെ പല സ്ഥാപനങ്ങളിലേക്ക് പ്ലേസ് ചെയ്യാനും ബി-ട്രാക്ക് മുൻകൈയെടുക്കുന്നു. തൊഴിൽ വൈദഗ്ധ്യമുള്ള ഉദ്യോഗാർത്ഥികളുടെ കുറവ് പരിഹരിക്കാൻ ഇതുപകരിക്കും. നമ്മുടെ സ്റ്റുഡൻസിന് നമ്മുടെ ടെക്നോളജി ഗ്രൂപ്പ്സിലെ ആൾക്കാരുടെ ലൈവ് പ്രോജക്റ്റിൽ ഇൻവോൾവ് ചെയ്തിട്ടുള്ള ഒരു കോച്ചിങ്ങാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ കുട്ടികൾക്ക് നല്ല പ്രൊഡക്ടിവിറ്റി കിട്ടുന്നുണ്ട്. ഇവിടുന്ന് എനിക്ക് ബ്ലോക്ക് ചെയിനിൻ്റെ വേണ്ട റിസർച്ച് സാറ് ട്രെയിനിങ് തരുന്നുണ്ട്. അതുമാതിരി ഇവിടെ അനലിറ്റിക്സും അതുപോലെ ആറിലൊക്കെ ടെക്നോളജീസിലൊക്കെ നമുക്ക് ട്രെയിനിങ് തരുന്നുണ്ട്. പ്രോഗ്രാമർ തന്നെയാണ് ബി-ട്രാക്കിൽ വിദ്യാർത്ഥികൾക്ക് ഫാക്കൽറ്റിയായി എത്തുന്നത്. കസ്റ്റമേഴ്സുമായി ഇൻട്രാക്ട് ചെയ്യാനും അവരുടെ ആവശ്യങ്ങൾ മനസ്സിലാക്കാനും അതിനനുസരിച്ച് വർക്ക് ചെയ്യാനും കഴിഞ്ഞുവെന്ന് വിദ്യാർത്ഥികളും പറയുന്നു. ഇൻഡസ്ട്രി ലീഡേഴ്സിന്റെ സഹായത്തോടെ ഓൺട്രപ്രണറൽ ട്രെയിനിങ്ങും സ്റ്റാർട്ടപ്പുകൾക്കായുള്ള വർക്ക്ഷോപ്പുകളും ബി-ട്രാക്ക് സംഘടിപ്പിക്കുന്നുണ്ട്.